അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയൽവാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും അയൽവാസിയോട് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്, ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത അധ്യായമാണ് ബാബു ഹഖുൽ ജാർ, അയൽവാസിയുടെ അവകാശം. അയൽവാസിയുടെ അവകാശം എന്ന അധ്യായം, അല്ലെങ്കിൽ നമ്മൾ അയൽവാസിയോട് അങ്ങോട്ട് ചെയ്യേണ്ടുന്ന ഒരു ബാധ്യത. മിഖ്ദാദു ബിനു അൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബഹു അനിസ്സിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബിമാരോട് വ്യഭിചാരത്തെക്കുറിച്ച് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൻ്റെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, അതിൻ്റെ ഗൗരവം എന്താണ് എന്ന നിലക്കൊരു ചോദ്യം. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഖാലു ഹറാം, അത് ഹറാമാണ്. ഹറമഹുല്ലാഹു വറസൂലുഹു, അള്ളാഹും അവൻ്റെ പ്രവാചകനും അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വ്യഭിചാരം എന്ന നിയമം അവരോട് ചോദിച്ചത് അവർക്ക് വ്യഭിചാരം തെറ്റാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് ഇനി മറ്റൊരു വിഷയം പറയാൻ പോവുകയാണ്. ആ വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല അധ്യാപകനാണ്. ഏറ്റവും മനഃശാസ്ത്രപരമായി ഏറ്റവും ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്നതും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നതുമായ ഒരു അധ്യാപകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരുവാനും കൂടുതൽ ഗൗരവത്തോടു കൂടി ആ വിഷയം എടുക്കുവാനും വേണ്ടി അതിനൊരു ആമുഖം എന്ന നിലക്ക് അവരുടെ മനസ്സിലുള്ള ഒരു അറിവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തെടുക്കുകയാണ്. അവർ വ്യഭിചാരത്തെക്കുറിച്ച് ചോദിച്ചു, അത് ഹറാമാണെന്ന് അവർ മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അവരോട് പറയുകയാണ്, ലഅൻ യസ്നിയ റജുലു ബിഅശ്രി നിസ്വത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബിംറഅത്തി ജാരിഹി. ഒരാൾ തൻ്റെ അയൽവാസിയായ സ്ത്രീയുമായി വ്യഭിചരിക്കുന്നത് വേറെ ഗൗരവമാണ് ഏതിനേക്കാൾ, അയൽവാസിയല്ലാത്ത 10 സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ. അപ്പോൾ 10 അന്യ സ്ത്രീകളും അകന്ന സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് ഏത്, അയൽവാസിയായ സ്ത്രീയെ വ്യഭിചരിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ്? അത് അയൽവാസിയുടെ ഒരു പ്രത്യേകത പറയാം. കാരണം അയൽവാസികൾക്ക് നമ്മൾ വിശ്വസ്തരായിരിക്കണം. അപ്പം നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ ആ വീട്ടിലുള്ളത്, നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ വീട്ടിൻ്റെ ചുറ്റും പരിസരത്തും ഉള്ളത്, നമ്മൾ നല്ലവരാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവരിൽ ഒരാളെ നമ്മൾ വ്യഭിചരിക്കുകയാണെങ്കിൽ വിശ്വാസവഞ്ചന കൂടി അവിടെ വരുന്നുണ്ട്. അയൽവാസിയായ ഒരു വീട്ടിലെ ഒരു പുരുഷനും സ്ത്രീയുമുണ്ട്. ആ പുരുഷൻ തൻ്റെ ഭാര്യയെ വീട്ടിലാക്കി ജോലിക്ക് പോകുന്നത് തൻ്റെ അയൽവാസിയായ ആളുകൾ അവിടെയുണ്ട്, എൻ്റെ ഭാര്യയെ കൂടി സംരക്ഷിക്കുകയും അവളോടുള്ള കടമകൾ നിർവഹിക്കുകയും ചെയ്യുമെന്ന നിലക്കാണ്. അവിടെ നമ്മൾ വിശ്വാസവഞ്ചന കാണിക്കുകയാണ് ആ പുരുഷൻ ഇല്ലാത്ത സന്ദർഭത്തിൽ ഈ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് റബ്ബിൻ്റെ അടുക്കൽ ഏറെ ഗൗരവമുള്ളതാണ്. അപ്പോൾ വിചാരം ഏത് ആളുകളുമായാലും തെറ്റ് തന്നെയാണ്. എന്നാൽ ഒരു ബന്ധവുമില്ലാത്ത അയൽവാസികളല്ലാത്ത പുറത്തുള്ള 10 സ്ത്രീകളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ ഗൗരവകരമാണ് അയൽവാസിയായ സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത്. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, വസഅലഹും അനിസ്സരിഖ, മോഷണം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, ഖാലു ഹറാം ഹറമഹല്ലാഹു അസ്സ വജല്ല വറസൂലുഹു, അള്ളാഹും അവൻ്റെ പ്രവാചകനും ഹറാമാക്കിയ വിഷയമാണ് മോഷണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി പറയാൻ പോകുന്നൊരു വിഷയത്തിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുഖമായി ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായി അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൻ യസ്രിഖ മിൻ അശറത്തി അഹ്ലി അബിയാത്ത്, 10 വീടുകളിൽ നിന്ന് മോഷ്ടിക്കുന്നത് ഐസറു അലൈഹി മിൻ അൻ യസ്രിഖ മിൻ ബൈത്തി ജാരിഹി, തൻ്റെ അയൽവാസിയായ ആളുടെ വീട്ടിൽ നിന്നും മോഷ്ടിക്കലാണ് ഏറ്റവും ഗൗരവം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയൽവാസി നമ്മളെ വിശ്വസിച്ചവനാണ്, ആ വിശ്വാസത്തിൽ വഞ്ചന കാണിക്കലാണ്. അയൽവാസിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അയൽവാസിയുടെ വീട്ടിൽ കയറി ചെല്ലുന്നുണ്ടാകാം, അവരുമായി അടുത്ത ബന്ധമുണ്ടാകാം.
അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ വല്ലതും മോഷ്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരോട് കാണിക്കുന്ന വിശ്വാസവഞ്ചന കൂടിയാണ്. ഏറ്റവും അടുത്ത ആളാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറെ ഗൗരവമാണ്. പുറമേ നടക്കുന്ന മോഷണങ്ങളെക്കാൾ, പുറമേ 10 വീടുകളിൽ നിന്ന് മോഷ്ടിക്കുന്നത് അയൽവാസിയിൽ നിന്ന് മോഷ്ടിക്കുന്നതിനേക്കാൾ എന്താണ് താഴെയാണെന്ന്. അതിൻ്റെ അർത്ഥം പുറത്തു പോയി മോഷ്ടിക്കാം, അയൽവാസിയെ മോഷ്ടിക്കരുത് എന്നല്ല. മോഷണം ഹറാമാണെന്ന കാര്യം ആദ്യം പഠിപ്പിച്ചു കൊടുത്തു. ആദ്യം അവരിലൂടെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. എന്നിട്ട് ഇനി അതിൻ്റെ മറ്റൊരു ഗൗരവം പറയാണ്, അയൽവാസിയിൽ നിന്ന് മോഷ്ടിക്കൽ ഏറെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടെയെല്ലാം അയൽവാസിയുടെ പ്രാധാന്യവും അയൽവാസിയുടെ മഹത്വവും അയൽവാസിയോട് നമ്മൾ എത്രത്തോളം കടപ്പെട്ടവരാണ്, അയൽവാസിക്ക് നമ്മിൽ നിന്ന് എന്തെല്ലാം അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്ന വലിയ പാഠം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.